ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നൈറ്റ് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടും മുട്ടക്കറിയുമാണ്. അപ്പോൾ അത് നൈറ്റ് നമ്മൾ ചോറങ്ങനെ കഴിക്കാറില്ല. അപ്പം ഞാൻ ഓർത്തു എൻ്റെ വീട്ടിലാണിപ്പോൾ, അപ്പം നൈറ്റ് നമുക്ക് പുട്ടും മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതുണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്കൊരു പാൻ വയ്ക്കാം, അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം. അതിനുശേഷം 2 പച്ചമുളക് ഇട്ടിട്ട് സവോളയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടെ ഞെക്കുമ്പോൾ പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2-3 കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പം നമുക്കിത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഈ സവോള വഴറ്റുമ്പം തന്നെ ഞാൻ അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതാണ് ഇടുന്നത്, അരിഞ്ഞതല്ല ഇടുന്നത്. അപ്പോൾ പേസ്റ്റ് ആക്കി ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തക്കാളി അല്ലെങ്കിൽ ഹാഫ് ഇട്ടാൽ മതിയാവും. ഞാനൊരു തക്കാളിയാണ് ഇടുന്നത്. നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. വെള്ളം ഒന്നും യൂസ് ചെയ്യരുത്. അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുട്ടും കൂടെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ കുറച്ച് പുട്ടുപൊടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ പുട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സവോളയൊക്കെ നല്ല റെഡിയായോ നോക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടുകൾ ചേർക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും പിന്നെ ഇറച്ചിക്കൂട്ടും എല്ലാം കൂടി ഇതിട്ട് നല്ലപോലെ വെള്ളമില്ലാതെ ഇളക്കി കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. ഈ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചൂടുവെള്ളം ഒഴിക്കുക. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ളൊരു ബെൽ ബട്ടൺ കൂടെ ഞെക്കുമ്പോൾ പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് പുട്ടും മുട്ടയും കൂടെ സൂപ്പറായിട്ട് കഴിച്ചു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. അപ്പം ബൈ ഗൈസ്.